കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. കത്തോലിക്ക വിശ്വാസത്തിൻ്റെ സംഗ്രഹമായ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ ഒരു പഠന ശിബിരമാണ് ഈ സി കാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾ വളരെ താല്പര്യപൂർവ്വം ശ്രദ്ധിക്കുകയും നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അറിയിക്കുകയും ചെയ്തതിന് നിങ്ങൾക്ക് വളരെ താല്പര്യപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം പരിശുദ്ധ ത്രിത്വം എന്നുള്ളതാണ്. മതബോധന ഗ്രന്ഥത്തിലെ 185 ഖണ്ഡിക മുതൽ 267 ഖണ്ഡിക വരെയുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതനായ CBCI ദൈവശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ റെവറൻഡ് ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനാണ്. അച്ഛനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിലെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിനും ചർച്ചയിൽ ക്രിയാത്മകമായി പങ്കുചേരുന്നതിനുമായി എത്തിച്ചേർന്നത് ചെമ്പന്തൊട്ടി സെന്റ് ജോർജ് സൺഡേ സ്കൂളിലെയും നടുവിൽ സെന്റ് മേരി സൺഡേ സ്കൂളിലെയും മതാധ്യാപകരാണ്. നിങ്ങളെയും വളരെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള ഈ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുന്നത് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു അല്ലേ? നിങ്ങൾ വേദപാഠ ക്ലാസ്സിൽ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു വിഷയം ഏതാണ്? പരിശുദ്ധ ത്രിത്വവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നിങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്നത് അല്ലേ? അത് നിങ്ങളെ മാത്രമല്ല സഭയിലെ എല്ലാ ദൈവശാസ്ത്രജ്ഞന്മാരെയും ബുദ്ധിമുട്ടിക്കുന്ന വിഷയമാണ്. കാരണം അത് മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഒരു യുക്തി അവിടെ ഉപയോഗിക്കുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, 3 പേര് ഒന്നാണെന്നും 1 3ആണെന്നും, ഏകത്വം ത്രിത്വമാണ്, ത്രിത്വം ഏകത്വമാണ് എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ നാളിതുവരെയും പഠിച്ച കണക്കിൻ്റെ തത്വവുമായിട്ട് ഒത്തുപോകാത്തതാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ ത്രിത്വം എന്ന രഹസ്യത്തെ മനസ്സിലാക്കുക അങ്ങേയറ്റം ദുഷ്കരമാണ്. നിങ്ങൾ വിശുദ്ധ അഗസ്തീനോസ് പുണ്യാളൻ്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ട്. ത്രിത്വത്തെക്കുറിച്ച് പ്രസംഗം പറയാൻ അച്ഛന്മാരുടെ കയ്യിൽ മിക്കവാറും ഉള്ളത് ആ കഥ മാത്രമേ ഉള്ളൂ അല്ലേ? അതായത് ഇപ്പോൾ അഗസ്തീനോസ് കടൽ തീരത്ത് കുഴിയെടുത്ത് കടലിലെ വെള്ളം കക്കാ കൊണ്ട് കോരി വറ്റിക്കാൻ തുടങ്ങിയപ്പോൾ മാലാഖ പറഞ്ഞത്രേ, അഗസ്തീനോസെ നീ എന്തിനാ പരിശ്രമിക്കുന്നത്? പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നീ ഈ കടലിലെ വെള്ളം മുഴുവൻ ഇതിനകത്ത് കോരി ഒഴിച്ചാൽ പോലും ത്രിത്വത്തെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതിനേക്കാളും വലിയ രഹസ്യമാണത് എന്ന് പറഞ്ഞതായിട്ടൊരു കഥ എല്ലാവരും കേട്ടിട്ടില്ലേ? ആ കഥ വാസ്തവത്തിൽ ഈ കഥ പറഞ്ഞാണ് എല്ലാവരും പ്രസംഗം തുടങ്ങുന്ന അവസാനിപ്പിക്കുന്ന അത് പറഞ്ഞാണ്. അതിനപ്പുറത്ത് ത്രിത്വത്തെ വിശദീകരിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ശ്രമകരമായ സത്യമാണ്. തീർച്ചയായും ഈ കൂട്ടായ്മ അതിനെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് അല്ലേ? ദൈവം ഏകനായ ദൈവം ഏകാന്തനായ ദൈവമല്ല. ഇതൊരു വലിയ സത്യമാണ്. ദൈവം ഏകനാണ് എന്ന് പറയുന്നതും അവിടുന്ന് ഏകാന്തനാണ് എന്ന് പറയുന്നതും രണ്ടും രണ്ട് കാര്യം. അതായത് ഒരു കുടുംബത്തിൽ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നതും കുടുംബത്തിൽ ഓരോരുത്തരും ഒറ്റയ്ക്ക് ഒരു തുരുത്ത് പോലെ ജീവിക്കുന്നു എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? ദൈവം ഏകനാണ് എന്ന് പറയുന്നതും ഏകാന്തനാണ് എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്കറിയാം, പഴയ നിയമത്തിൽ പലപ്പോഴും ദൈവത്തിൻ്റെ ഏകത്വത്തിനാണ് കൂടുതൽ ഊന്നൽ നൽകപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള സൂചനകൾ പഴയ നിയമത്തിലുണ്ട്. പിന്നീട് നമുക്ക് ചർച്ചകളിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം. പക്ഷേ പഴയ നിയമത്തിൽ ഊന്നൽ നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഏകത്വത്തിനാണ് അല്ലേ? ദൈവം ഏകനാണ് എന്ന കാര്യത്തിന് പഴയ നിയമം വിട്ടുവീഴ്ചയില്ലാതെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഏക ദൈവവിശ്വാസം. ദൈവപ്രമാണങ്ങളിൽ ഒന്നാമത്തേത് തന്നെ ഏതാണ്?
നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത്. യെസ്, ഞാനല്ലാതെ വേറെ ഒരു ദൈവവും ഇല്ല. ഇതാണ് കൃത്യതയാർന്ന കൽപ്പന. അതുകൊണ്ട് ഞാനല്ലാതെ പിതാവിനെയും പുത്രനെയും കൂടെ വേണമെങ്കിൽ, അല്ലെങ്കിൽ പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കൂടെ നിങ്ങൾ ആരാധിച്ചോ, അത് 3 പേര് കൂടാതെ വേറെ ആരും പാടില്ല എന്ന് കൽപ്പനയിലുണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ? ഏകത്വത്തിനാണ് പഴയ നിയമത്തിൽ പ്രാധാന്യം. എന്നാൽ നമുക്കറിയാം, ഈശോ മിശിഹ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. അവിടുന്ന് വന്ന് നമ്മോട് പറഞ്ഞു തന്നു, ദൈവം ഏകനാണ്. പക്ഷേ ദൈവത്തിൻ്റെ ഏകത്വം ഏകാന്തതയല്ല എന്നും ആ ഏകത്വത്തിൽ 3 വ്യക്തിത്വങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നുവെന്നും ഈശോ പഠിപ്പിച്ചു. ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. എൻ്റെ പിതാവിനോട് ആലോചന ചോദിക്കാതെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഈശോ പഠിപ്പിച്ചു. എൻ്റെ പിതാവ് എല്ലാം അറിയുന്നു, അവിടുന്ന് എല്ലാം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു, ഈശോ പറഞ്ഞു. ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകുമ്പോൾ അവിടുന്ന് സഹായകനായി പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരും എന്ന് ഈശോ പറഞ്ഞു. ഇല്ലേ? നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നമ്മിൽ വാസമുറപ്പിക്കും എന്ന് ഈശോ വെളിപ്പെടുത്തി തന്നു. അപ്പോൾ ഈശോ വന്ന് നമ്മളെ പഠിപ്പിച്ചപ്പോഴാണ് ദൈവം ത്രിത്വമാണ് എന്ന സത്യം നമുക്ക് മനസ്സിലായത്. അതായത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് ത്രിത്വം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ പരിശുദ്ധ ത്രിത്വത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റ് പല മതവിശ്വാസങ്ങളും ദൈവം ത്രിത്വമാണ് എന്ന സങ്കല്പത്തെ വിമർശിക്കുന്നതും എതിർക്കുന്നതും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു രഹസ്യമാണ് ഏത്? ത്രിത്വത്തിന്റെ രഹസ്യം. ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ പരിശുദ്ധ ത്രിത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ മതബോധന ഗ്രന്ഥം ഈ പരിശുദ്ധ ത്രിത്വത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ പ്രമാണം അവതരിപ്പിക്കുന്നത്. വിശ്വാസ പ്രമാണത്തിൽ ക്രൈസ്തവൻ അവശ്യം വിശ്വസിക്കേണ്ട 12 സത്യങ്ങളെയാണ് അവതരിപ്പിക്കുന്നത്. ഏതൊക്കെയാണ് 12 വിശ്വാസ സത്യങ്ങൾ? നിങ്ങൾക്കറിയാവുന്നതാണ്. സർവശക്തനും പിതാവും സകലത്തിൻ്റെയും സൃഷ്ടാവും ഏകനുമായ ദൈവത്തിലുള്ള വിശ്വാസം. 2, പുത്രനായ ക്രിസ്തുവിലുള്ള വിശ്വാസം. 3, ഈശോയുടെ മനുഷ്യാവതാരത്തിലുള്ള വിശ്വാസം. 4, മനുഷ്യാവതാരം എന്ന് പറഞ്ഞാൽ എന്താ? സമയത്തിൻ്റെ പൂർണ്ണതയിൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരമെടുത്ത് അവിടുന്ന് മനുഷ്യനായി പിറന്നു. 4, പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് കുരിശേൽ മരിച്ചു. ഇല്ലേ? കന്യകാമാതാവ് കഴിഞ്ഞാൽ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുചൊല്ലുന്നത് ഒരേ ഒരു മനുഷ്യ വ്യക്തിയുടെ പേരേ ഉള്ളൂ. ആരുടെയാ? പന്തിയോസ് പീലാത്തോസ്. അയാളുടെ ഒരു ഒടുക്കത്തെ ഭാഗ്യം, അല്ലേ? അതായത് നമ്മൾ ദൈവത്തിൻ്റെ പേര് പറയുന്ന കൂടെ ഈ പന്തിയോസ് പീലാത്തോസിൻ്റെ പേര് പറയും. എന്തിനാ ഈ പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് മരിച്ചു എന്ന് പ്രത്യേകിച്ച് ഊന്നി പറയുന്നതിൻ്റെ കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സാറ്, അതൊരു ചരിത്ര സത്യമായതുകൊണ്ട്. ശരി ഉത്തരവാണ് സാർ പറഞ്ഞത്. അതായത് ഇത് ശരിക്കും ചരിത്ര സത്യമാണ്. ഈശോ മരിച്ചു എന്ന് ചുമ്മാ അങ്ങനെ നമ്മൾ പറയുന്നതല്ല. ചരിത്രത്തിൻ്റെ നിശ്ചിതമായൊരു കാലഘട്ടത്തിൽ തിബേരിയൂസ് സീസർ റോമിൻ്റെ ഭരണാധികാരിയായിരിക്കെ പന്തിയോസ് പീലാത്തോസ് യൂദയായുടെ ഗവർണറായിരിക്കവേ AD 30 ഏപ്രിൽ 7 ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഈശോ കുരിശേ മരിച്ചു. ഇതൊരു ചരിത്ര സത്യമാണ്. ആ ചരിത്രപരത ഊന്നി പറയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് മരിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ വിശ്വാസ സത്യങ്ങൾ ഏതൊക്കെയാണ്? പിതാവ്, പുത്രൻ, പുത്രന്റെ മനുഷ്യാവതാരം, കുരിശുമരണം. 4 5 ടീച്ചറെ, ഉത്ഥാനം. ഈശോയുടെ ഉത്ഥാനം. ഈശോ ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റ് 3-ാം നാൾ അവിടുന്ന് ഉത്ഥാനം ചെയ്തു. 5-ാമത്തെ വിശ്വാസത്യം. 6-ാം വിശ്വാസത്യം ഈശോയുടെ സ്വർഗാരോഹണം. ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത്
പിതാവിൻ്റെ വലത് ഭാഗത്തിരുന്നു. 7, വീണ്ടും വിധിക്കുവാൻ അവിടുന്ന് വരുമെന്നുള്ള ആ രണ്ടാം ഈശോയുടെ രണ്ടാം വരവാണ് ഏഴാമത്തെ സത്യം. 8 സാറ് പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഒച്ച പറഞ്ഞേ. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരു തപ്പലും പാടില്ല. എന്തായിരിക്കണം? പറയുമ്പോൾ ഉറപ്പിച്ച് പറയണം. ഏതാണ് 8ാമത്തേത്? പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം. 9 ടീച്ചറിന് പറഞ്ഞ 9 പരിശുദ്ധാത്മാവ് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഏകവും പരിശുദ്ധവും സൈഹികവുമായ പരിശുദ്ധ സഭയിലുള്ള വിശ്വാസം. ആ പരിശുദ്ധ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ചവരെ പരിശുദ്ധാത്മാവ് ഒരുമിപ്പിച്ച സമൂഹമാണ് തിരുസഭ, അല്ലേ? 10 സഭയുടെ 7 കൂദാശകളിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ മാമോദീസ മാത്രമേ അവിടെ ഏറ്റുപറയുന്നുള്ളൂ. വിശ്വാസ പ്രമാണത്തിൽ പാപമോചനം തരുന്ന ജ്ഞാനസ്നാനത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ജ്ഞാനസ്നാനത്തിൽ ആരംഭിക്കുന്ന കൂദാശ ജീവിതത്തെയാണ് അവിടെ ഏറ്റുപറയുന്നത്. വീണ്ടും 11 ശരീരങ്ങളുടെ ഉയർപ്പ്, അല്ലേ? ഓക്കെ. 12 നിത്യജീവനിലുള്ള വിശ്വാസം. നിത്യജീവനിലുള്ള വിശ്വാസം. അപ്പോൾ 12 സത്യങ്ങളാണ് നമുക്കുള്ളത്. ഇനി ഈ മതബോധന ഗ്രന്ഥത്തിൻ്റെ ഒരു പകുതിയോളം ഭാഗം ഈ വിശ്വാസ സത്യങ്ങൾ ഓരോന്നിനെയും വിശദീകരിക്കാൻ വേണ്ടിയുള്ളത്. അതിലെ ഒന്നാമത്തെ സത്യമാണ് ഏത്? പരിശുദ്ധ ത്രിത്വം എന്നുള്ളത്. സർവശക്തനും പിതാവും സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവും ഏകനുമായ ദൈവത്തിലുള്ള വിശ്വാസം. ആ ദൈവത്തിലുള്ള വിശ്വാസമാണ് മറ്റെല്ലാ വിശ്വാസത്തിനും അടിസ്ഥാനം, ഇല്ലേ? പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാൻ മനുഷ്യാവതാരം ചെയ്ത് ലോകരക്ഷ പൂർത്തിയാക്കി. മൂന്നാം ആളായ പരിശുദ്ധാത്മാവ് സഭയിലൂടെ കൂദാശകളിലൂടെ രക്ഷണീയ ദൗത്യം പൂർത്തീകരിച്ച് സകല ദൈവമക്കളെയും നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. വിശുദ്ധ ആഗസ്തീനോസ് പുണ്യാളൻ ഈ 12 5 ചുരുക്കി പറഞ്ഞു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, തിരുസഭ, നിത്യജീവൻ. ഇങ്ങനെ 5 പറഞ്ഞു. കാരണം 2 മുതൽ 7 വരെ പുത്രനെ കുറിച്ചാണ്, 9ഉം 10ഉം സഭയെക്കുറിച്ചാണ്, 11ഉം 12ഉം നിത്യജീവനാണ്. അപ്പോൾ ഏതൊക്കെയാണ് സത്യങ്ങൾ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, സഭ, നിത്യജീവൻ. അതിനെ അല്പം കൂടി ചുരുക്കി പറയാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ചേർത്ത് ഒറ്റ വാക്കുണ്ട്, ത്രിത്വൈക ദൈവം. ത്രിത്വൈക ദൈവം. അതാണ് അതിന് ഒറ്റ വാക്ക്. പിന്നുള്ളത് തിരുസഭ, മറ്റൊന്ന് നിത്യജീവൻ. അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ 3 വാക്കിൽ സംഗ്രഹിച്ചാൽ അത് ഏതൊക്കെയാണ്? പരിശുദ്ധ ത്രിത്വം, തിരുസഭ, നിത്യജീവൻ. ഇതിലേതെങ്കിലും ഒന്ന് കളഞ്ഞാൽ പിന്നെ അത് ക്രിസ്തീയ വിശ്വാസമല്ല. ചില കൂട്ടര് സഭ വേണ്ട എന്ന് പറയുന്നവരും. സഭ വേണ്ടെങ്കിൽ പിന്നെ അത് ക്രിസ്തീയ വിശ്വാസമല്ല. മനസ്സിലാവുന്നു? യെസ്. ഈ 12 സത്യങ്ങളെയാണ് ഇനി നമ്മൾ തുടർന്ന് പഠിക്കുക. അതിൽ ആദ്യത്തേതാണ് പരിശുദ്ധ ത്രിത്വം എന്ന് പറയും. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആദ്യ സത്യം ഞാൻ വിശദീകരിച്ചു. അത് ഈശോ വന്ന് പഠിപ്പിച്ചതാണ്. ഈശോയിലൂടെ കിട്ടിയ വെളിപാടിനെ നമ്മൾ എന്തെന്നാ വിളിക്കുക? വെളിപാടിൻ്റെ പൂർണ്ണത. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പഠിച്ച ഒരു വിഷയമാണ് ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ പൂർണ്ണത ഈശോ മിശിഹായിലാണ്. ഈശോ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ത്രിത്വത്തെ മനസ്സിലായത്. അതായത് വെളിപാടിൻ്റെ പൂർണ്ണതയുടെ ഭാഗമാണ് പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം. രണ്ടാമതായി മതബോധന ഗ്രന്ഥം ത്രിത്വത്തെക്കുറിച്ച് പറയുന്നത് ഇതൊരു ദൈവീക രഹസ്യമാണ്. വിശുദ്ധ ആഗസ്തീനോസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിനക്ക് ദൈവത്തെ മനസ്സിലായി എന്ന് നിനക്ക് തോന്നിയാൽ നീ മനസ്സിലാക്കിയ ദൈവത്തെക്കുറിച്ചല്ല. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ദൈവത്തെ നമുക്ക് മനുഷ്യബുദ്ധി കൊണ്ട് പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റിയല്ല. കാരണം എന്താ? മനുഷ്യൻ സ്ഥലത്തിലും സമയത്തിലും ഒതുങ്ങി മാത്രം ജീവിക്കുന്ന ഒരു സത്യമാണ്, അല്ലേ? നമുക്ക് നിത്യതയൊന്നുമില്ല. നമ്മൾ നിശ്ചിത കാലത്തേക്കേ ജീവിക്കുന്നുള്ളൂ, നിശ്ചിത സ്ഥലത്തേ ജീവിക്കുന്നുള്ളൂ. നമ്മുടെ ചിന്തകൾക്ക് പരിമിതിയുണ്ട്.
എന്നാൽ സ്ഥലകാലങ്ങൾക്ക് അതീതനായ സത്യദൈവത്തെ മനുഷ്യബുദ്ധിക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയുന്നത് ശരിയായ കാഴ്ചപ്പാടല്ല. എന്നാൽ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ദൈവിക രഹസ്യങ്ങൾ അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയാം എന്ന് തന്നെയാണ് ഒന്നാം വത്തിക്കാൻ കൗൺസിലിലൂടെ തിരുസഭ പഠിപ്പിച്ചിരിക്കുന്നത്. യുക്തിയെ പൂർണ്ണമായും പടിക്ക് പുറത്തു നിർത്തിക്കൊണ്ട് ആർക്കും നിത്യസത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ വേദപാഠ ക്ലാസ്സിലൊക്കെ യുക്തിപൂർവ്വം മറുപടി പറയണമെന്ന് പറയുന്നു, അല്ലേ? പിള്ളേർ വല്ലതും ചോദിച്ചാൽ ഇരുട അവിടെ എന്ന് പറഞ്ഞ് ഒച്ചയെടുക്കുന്നത് അതൊരു രഹസ്യമാണ്, നിനക്കൊന്നും മനസ്സിലാകില്ല എന്നൊക്കെ പറഞ്ഞ് ഒച്ചയെടുത്തിട്ട് കാര്യമൊന്നുമില്ല. പണ്ടത്തെ രീതിയായിരുന്നു. അങ്ങനെ വലിയ രഹസ്യമൊന്നും ഞങ്ങൾക്ക് വേണ്ട ടീച്ചറെ എന്നും പറഞ്ഞ് പിള്ളേർ ആ പഠനം തന്നെ ഉപേക്ഷിക്കും, അല്ലേ? അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ചോദ്യത്തിന് യുക്തിപൂർവ്വം മറുപടി പറയാനും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കും. അപ്പോൾ ഒരേ സമയം അതൊരു രഹസ്യമാണ്, പക്ഷെ ആ രഹസ്യത്തെ മനസ്സിലാക്കാൻ ദൈവം തന്നെ നമുക്ക് കൃപ തരുന്നു എന്നുള്ളതാണ് വലിയ സത്യം. ഈ ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ആണ് ഈ സത്യം നമുക്ക് ആദ്യമായി വെളിപ്പെട്ട് കിട്ടിയത്. പുത്രൻ തമ്പുരാൻ തൻ്റെ കുരിശ് മരണത്തിലൂടെ പിതാവിൻ്റെ പദ്ധതി പൂർത്തിയാക്കി, ഇല്ലേ? ഈശോയുടെ ജനന സമയത്ത് മാമോദീസ വേളയിൽ ഒക്കെ പരിശുദ്ധ ത്രിത്വമുണ്ട്. സ്വർഗം തുറന്നു, പിതാവ് സംസാരിച്ചു, പുത്രൻ വെള്ളത്തിൽ നിൽക്കുന്നു, പരിശുദ്ധാരൂപി പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു. ഇതെല്ലാം എന്തിൻ്റെ സൂചനയാ? പരിശുദ്ധ ത്രിത്വം നിർണായകമായി വെളിപ്പെടുത്തുന്ന സമയമാണ്. രൂപാന്തരീകരണ മലമുകളിൽ പരിശുദ്ധ ത്രിത്വമുണ്ട്. പിതാവ് സംസാരിക്കുന്നു, പുത്രൻ മലമുകളിൽ മോശയുടെ ഏലിയായുടെയും കൂടെ പരിശുദ്ധാത്മാവ് മഞ്ഞുപോലെ വന്ന് അവരെ ആവരണം ചെയ്യുന്നു, മേഘമായി ആവരണം ചെയ്യുന്നു. അതായത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വലിയ സാന്നിധ്യം യേശുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ പഠിപ്പിച്ചു. എന്താണ്? പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്. പിതാവ് അയക്കുന്നതാണ്, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന. ഇത് രണ്ടും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പുത്രൻ പിതാവിൽ നിന്ന് ജനിക്കുന്നു, പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്നു. ഇത് തമ്മിൽ ദൈവശാസ്ത്രപരമായി വ്യത്യാസമുണ്ട്. പുത്രൻ പിതാവിൽ നിന്ന് ജനിച്ചു, എന്നാൽ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനാണ്. ഈ രണ്ട് വ്യത്യാസങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അത് അവരുടെ വ്യക്തിത്വങ്ങളെ മനസ്സിലാക്കാനുള്ള വഴിയാണ്. പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി നമ്മളെ പഠിപ്പിക്കുന്നത് നിഖ്യായിൽ കൂടിയ ആദ്യത്തെ സൂനകദോസ്. ആ സൂനകദോസിൻ്റെ ത്രിത്വൈക നിർവചനം നമ്മൾ പഠിക്കുന്നുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സത്തയിൽ ഒന്നാണ്. അവരുടെ ഏകത്വത്തിന് കാരണം എന്താണ്? അവർ സത്തയിൽ ഒന്നാണ്. ദൈവിക സത്ത ഒന്നേ ഉള്ളൂ. ആ ഏക സത്തയുടെ ഭാഗമാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതേസമയം അവർ മൂന്ന് വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ടാണ് ആ ഏകത്വത്തെ ത്രിത്വം എന്ന് വിളിക്കാൻ കാരണം. ആ സത്തയ്ക്ക് മൂന്ന് വ്യക്തിത്വങ്ങളുണ്ട്. സത്തയിൽ ഏകത്വം, വ്യക്തിത്വത്തിൽ ത്രിത്വം. ഇതാണ് പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യം. എന്ന് പറഞ്ഞു നോക്കിയേ. സത്തയിൽ ഏകത്വം, വ്യക്തിത്വത്തിൽ ത്രിത്വം. സത്തയിൽ എന്താണ്? ഏകത്വം. വ്യക്തിത്വത്തിലോ? ത്രിത്വം. ഇത്രയും മനസ്സിലാക്കി. ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ള ഏറ്റവും വലിയ പ്രബോധനം. അത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പരിശുദ്ധ ത്രിത്വത്തെ മനസ്സിലായി. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ഈ ഒരു വലിയ രഹസ്യത്തെ നമ്മൾ വിശ്വസിച്ചേറ്റു പറയുന്നതാണ് ക്രിസ്തീയ വിശ്വാസം. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം തുടങ്ങുമ്പോൾ എങ്ങനെയാണ്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. നമ്മളത് ഇത് നോക്കിയേ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് ചെല്ലുമ്പോൾ നമ്മൾ കുരിശ് വരയ്ക്കുന്നതിന്റെ ഉദ്ദേശം എന്നാ? എന്തുകൊണ്ടാണ് അങ്ങനെ വരയ്ക്കുന്നത്? കുരിശ് എന്ത് പ്രതീകമാണ്? രക്ഷയുടെ ഈശോയുടെ പ്രതീകമാണ്, അല്ലെ? ഈശോയിലൂടെ കൈവന്ന രക്ഷയുടെ പ്രതീകം.
അപ്പോൾ കുരിശ് വരച്ചുകൊണ്ട് ത്രിത്വത്തെ നമ്മൾ അനുസ്മരിക്കുന്നതിൻ്റെ കാരണം ഈശോയാണ് ഈ രഹസ്യം നമുക്ക് വെളിപ്പെടുത്തുന്നത്. അതാണ് ഇങ്ങനെ കുരിശ് വരച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എപ്പോഴെല്ലാം ത്രിത്വൈക നാമം ഉച്ചരിക്കുന്നുവോ അപ്പോഴെല്ലാം ശിരസ് നമിച്ച് കുരിശ് വരയ്ക്കണം എന്നതാണ് സഭയുടെ പാരമ്പര്യം. എപ്പോഴെല്ലാം ഈ ത്രിത്വൈക നാമം കേൾക്കുന്നു അപ്പോഴെല്ലാം നമ്മൾ സ്വയം കുരിശ് വരച്ച് ശിരസ് നമിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? ആരാധിക്കുന്നു. ഈ ത്രിത്വത്തെ ഇപ്പോഴുച്ചരിച്ച ആ ത്രിത്വൈക നാമത്തെ ആരാധിച്ചുകൊണ്ട് അത് വെളിപ്പെടുത്തി തന്ന ഈശോയ്ക്ക് നന്ദി പറയുന്നു. അതാണ് ഈ കുരിശ് വരച്ചുകൊണ്ട് നമ്മൾ മാമോദീസ സ്വീകരിച്ചത്. എങ്ങനെയാ? നിങ്ങളുടെ മാമോദീസ നിങ്ങൾ ഓർക്കുന്നില്ലേലും നിങ്ങളുടെ പിള്ളേരെ മാമോദീസ മുക്കിയത് നിങ്ങൾ ഓർക്കുന്നുണ്ട്. എന്താണ്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പേര് വിളിച്ചിട്ട് നിന്നെ ഞാൻ മാമോദീസ മുക്കുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞത്, അല്ലേ? അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഒരുവൻ ക്രിസ്ത്യാനിയാകുന്നത് ക്രിസ്തുനാമത്തിലല്ല, ത്രിത്വൈക നാമത്തിലാണ്. അതൊരു വലിയൊരു സത്യമാണ്. അതുകൊണ്ട് നമ്മുടെ പരമ ലക്ഷ്യം എന്താ? ത്രിത്വത്തിൽ എത്തിച്ചേരുക. സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ദൈവീക ദർശനം ആരുടേതാണ്? ത്രിത്വൈക ദൈവത്തിൻ്റെതാണ്. ത്രിത്വൈക ദൈവത്തിൻ്റെ ദർശനമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ തുടക്കം മുതൽ പരമമായ അന്ത്യം വരെയും പരിശുദ്ധ ത്രിത്വം എന്ന രഹസ്യമാണ് എന്നോർക്കും. ഓക്കെ, നമ്മൾ ത്രിത്വത്തെക്കുറിച്ച് ഒരു ഏകദേശം ധാരണ സൃഷ്ടിക്കാനാണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ ശ്രമിച്ചത്. മതബോധന ഗ്രന്ഥത്തിൻ്റെ ഒരു സംഗ്രഹം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. തുടർന്ന് കൂടുതൽ വിശദാംശങ്ങൾ ചർച്ചകളിലൂടെ വെളിപ്പെടുകയാണ് വേണ്ടത്. നിങ്ങളെല്ലാവരും അനുഭവ സമ്പന്നരായ മതാധ്യാപകരാണ്, വളരെ പരിണിത പ്രജ്ഞരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യങ്ങളിലൂടെ ഈ ത്രിത്വൈക രഹസ്യത്തിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാൻ സാധിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ ചോദിക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ പ്രേക്ഷകര്, ലോകമാസകലമുള്ള ശാലോമിൻ്റെ പ്രേക്ഷകര് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വാസ്തവത്തിൽ നിങ്ങളുടെ അധരങ്ങളിലൂടെ വരേണ്ടത് എന്നോർക്കുക. അതുകൊണ്ട് ഗൗരവമായി ആലോചിക്കുക. ഇനി ഒരു അല്പസമയം നിങ്ങൾക്ക് പരസ്പരം കൂടി ആലോചിക്കാം. ഏതൊക്കെ ചോദ്യങ്ങളാണ് പ്രസക്തമായിട്ടുള്ളത് എന്നാലോചിച്ച് നമുക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കാം. ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മതബോധനം നടത്തുന്ന നമ്മുടെ അധ്യാപകർ തീർച്ചയായും നമ്മുടെ സൺഡേ സ്കൂളിൽ കുട്ടികളിൽ ഈ പരിശുദ്ധ ത്രിത്വത്തെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരുന്നു. തീർച്ചയായും നമ്മുടെ മനസ്സിൽ അച്ഛനിപ്പോൾ ക്ലാസ് എടുത്തപ്പോൾ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില സംശയങ്ങൾ തീർച്ചയായും ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായും നിങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. നമുക്ക് അച്ഛന് ഈ സംശയങ്ങൾ നമുക്ക് ചോദിക്കുകയും നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടി തീർച്ചയായും ഈ ചോദ്യം ചോദിക്കാം. ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? ചെമ്മന്തൊട്ടി സെൻറ്റ് ജോർജ് സൺഡേ സ്കൂളിലെ മതാധ്യാപകനായ ജോജി സാറാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അച്ഛാ, ജോജി സാർ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നു. യേശുക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉത്ഥാനം ചെയ്തു എന്ന് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഈ പാതാളത്തിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഈ പാതാളം എന്താണ്? നമ്മുടെ വിശ്വാസത്തിൽ അങ്ങനെ പാതാളത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. സ്വർഗം, നരകം, ശുദ്ധീകര സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷേ പാതാളം അത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. യെസ്, ജോജി സാറിൻ്റെ ഈ ചോദ്യം പാതാളത്തിലിറങ്ങി എന്ന് പറയുന്നത്, ഒന്നാമത് നമുക്കറിയാം നിഖ്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം, അതായത് സഭയുടെ വിശുദ്ധ കുർബാനയിൽ ചൊല്ലുന്ന വിശ്വാസ പ്രമാണത്തിൽ ആ വാചകം ഇല്ല. പാതാളത്തിലിറങ്ങി എന്നൊരു വാചകം ഇല്ല. അതേസമയം സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണത്തിൽ ഉണ്ട് താൻ. ഇതേക്കുറിച്ച് പറയുന്നത് ഈ വിശ്വാസ പ്രമാണത്തിൽ പിന്നീട് AD 364
സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണത്തിൽ ഇത് കൂട്ടിച്ചേർത്തതാണ് എന്നാണ്. അതായത് അപ്പോളിനാരിയൻ പാഷണ്ഡത വന്നപ്പോൾ, അതായത് ആ പാഷണ്ഡതയുടെ ഒരു പ്രധാന പ്രമേയം ഈശോ യഥാർത്ഥത്തിൽ മരിച്ചിട്ടില്ലായിരുന്നു. ഡൊസേറ്റിസം പാഷണ്ഡതയും അത് തന്നെയാണ് പഠിപ്പിച്ചത്. ഈശോ യഥാർത്ഥത്തിൽ മരിച്ചൊന്നുമില്ല. കുരിശേ കടന്നപ്പോൾ ഈശോ ഹാ ഹൂ ഹോ എന്നൊക്കെ ഇങ്ങനെ അഭിനയിച്ച് വേദന ആണിയടിക്കുമ്പോൾ ഇങ്ങനെ അഭിനയിച്ചതേ ഉള്ളൂ. കുന്തം കൊണ്ട് ഊതിയപ്പോൾ ഈശോ ഹാ എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈശോയ്ക്ക് ഒന്നും പറ്റിയില്ലാഞ്ഞു. ഈശോ മരിച്ചുമില്ല. ഈശോയുടെ മാനുഷിക ശരീരം ഒരു സത്യമായിരുന്നില്ല എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഈശോയുടെ ശരീരം യഥാർത്ഥമായിരുന്നില്ല എന്ന് ഈ പാഷണ്ഡതക്കാർ പഠിപ്പിച്ചു. അതിനെ എതിർക്കാൻ വേണ്ടിയാണ് ഈ വാചകം കൂട്ടിച്ചേർത്ത് അവൻ മരിച്ച് പാതാളങ്ങളിൽ ഇറങ്ങി എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം ഹാദസ് എന്നാണ്. ഹാദസ് എന്ന് പറഞ്ഞാൽ മണ്ണിനടിയിലുള്ള സ്ഥലം. അതിന് ആ കാലഘട്ടത്തിൽ ശവക്കുഴി എന്നൊരർത്ഥമുണ്ട്. അതായത് മണ്ണിനടിയിൽ, മരിച്ചവരെ സംസ്കരിക്കുന്ന മണ്ണിനടിയിലാണ് അല്ലേ? മണ്ണിനടിയിലേക്ക്, അതായത് ശവക്കുഴിയിൽ ഇറങ്ങി ഏതൊരു മൃതനെയും പോലെ ഈശോയും 3 നാൾ അവിടെ കഴിഞ്ഞു എന്ന് ഏറ്റു പറയുമ്പോൾ എന്താണ്? അവൻ മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി എന്നാണ്. അവൻ്റെ സംസ്കാരം സത്യമായിരുന്നു എന്ന് പറയുമ്പോൾ അവൻ സത്യമായും മരിച്ചു എന്നുള്ള വിശ്വാസത്തെ ഊന്നിപ്പറയാൻ വേണ്ടി കൂട്ടിച്ചേർത്തതാണ് വാസ്തവത്തിൽ ഈ ഒരു പദപ്രയോഗം. ഇത് സ്ലീഹന്മാരുടെ വിശ്വാസത്തിൽ പ്രമാണത്തിൽ മാത്രമല്ല, റൂഫീനസിൻ്റെ വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞൊരു വിശ്വാസ പ്രമാണമുണ്ട്. അതിലാണ് ആദ്യമായി ഇത് കൂട്ടിച്ചേർക്കുന്നത്. ആ കൂട്ടിച്ചേർക്കൽ പാഷണ്ഡതകളെ പ്രതിരോധിക്കാൻ ഗുണകരമെന്ന് കണ്ടപ്പോൾ സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണത്തിലേക്ക് പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാണ് എന്നാണ് പറയുക. അതായത് അതിന് പാഷണ്ഡതകളെ അതിജീവിക്കാനും ഈശോയുടെ മരണത്തെ ഊന്നിപ്പറയാനും വേണ്ടിയാണ് അപ്രകാരം ഒരു കൂട്ടിച്ചേർക്കൽ നടത്തിയത്. ഇനി അതിന് ആധുനികമായൊരു വ്യാഖ്യാനം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1989 നൽകിയിട്ടുണ്ട്. മാർപ്പാപ്പ പറഞ്ഞു ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, പാതാളങ്ങൾ ഇറങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈശോയുടെ കുരിശ് മരണത്തിൻ്റെ വരപ്രസാദം ഈശോയ്ക്ക് മുമ്പ് ജീവിച്ചിരുന്ന സർവ്വനീതിമാന്മാർക്കും, ആബേൽ മുതൽ മരിച്ച് സ്വർഗം കാത്തു കഴിയുന്ന നീതിമാന്മാരുണ്ട്, അവർക്ക് ഈശോ തൻ്റെ വരപ്രസാദം സംലഭ്യമാക്കി എന്ന അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കാം. ശവക്കുഴികളിലുള്ളവരാരാണ് അതുവരെയും? ഈ നീതിമാന്മാർ സ്വർഗം കാത്ത് കഴിയുകയാണ്. അവരുടെ ജീവിതത്തിലേക്ക് ഈശോ വരപ്രസാദം കൊടുത്തു എന്ന അർത്ഥത്തിൽ കൂടി പാതാളങ്ങളിൽ ഇറങ്ങി എന്നുള്ള പ്രസ്താവനയെ മനസ്സിലാക്കാം എന്നാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശദീകരിക്കുന്നത്. അച്ഛാ, നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ സമയം ഏറെക്കുറെ ഇവിടെ പൂർത്തിയാവുകയാണ്. വളരെ നല്ല രീതിയിൽ ഇന്നത്തെ ചർച്ചകൾ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നിങ്ങൾ ക്ലാസ് വളരെ ഇഷ്ടപ്പെട്ടിട്ടു അല്ലേ? തീർച്ചയായും അല്ലേ? ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എഴുതി അറിയിക്കാവുന്നതാണ്. പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചും മുൻ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും കത്തുകളിലൂടെയും ഇമെയിലിലൂടെയും ഞങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ എഴുതേണ്ട വിലാസം: To the producer, CCAT Shalom Television, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, പിൻകോഡ് 673528. വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതേ വിഷയവുമായി നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം.